കരൾ രോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുന്നു. കരൾ അഥവാ ലിവർ നമ്മുടെ ശരീരത്തിലെ വയറിൽ മുകൾ ഭാഗത്തായിട്ട് വലതുവശത്ത് കാണുന്ന ഒരു വലിയ അവയവമാണ്. പൊതുവെ ആളുകളെല്ലാം ഈ ലിവറിന് ഒരു ദഹന പ്രക്രിയയുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം കാണുന്നതും അതിനായിട്ടുള്ള ഒരു അവയവമായിട്ടാണ് കരുതിപ്പോരുന്നത്. പക്ഷേ ഏകദേശം 500-ലധികം ജോലികളുള്ള ഫങ്ഷൻസുള്ള വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള സമഗ്രമായ ഒരു അവയവമാണ് ലിവർ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് ഈ ദഹന പ്രക്രിയ അല്ലെങ്കിൽ ഡൈജഷൻ. അതിനോടുകൂടെ ശരീരത്തിലേക്ക് വരുന്ന വേസ്റ്റ് കാര്യങ്ങളെ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ തുടച്ചു നീക്കുന്ന അല്ലെങ്കിൽ വിസർജനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ. അതുപോലെ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ കട്ട പിടിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ലിവറിനൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ദഹന പ്രക്രിയയിലേക്ക് വരികയാണെങ്കിൽ ലിവർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലിവറിലുണ്ടാകുന്ന രോഗങ്ങൾ അവ എങ്ങനെയൊക്കെയാണ് രോഗികൾക്ക് മനസ്സിലാകുന്നത്? ഈ രോഗലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ മഞ്ഞപ്പ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് ലിവർ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ യൂറിൻ വളരെ ഡാർക്ക് കളറിൽ പോകുക, ബ്രൗൺ ആയിട്ട് പോകുക, പിന്നെ ഡൈജഷനിൽ പ്രശ്നങ്ങൾ വരിക, ഭാരം കുറയുക, രോഗിയുടെ വെയിറ്റ് കുറഞ്ഞു പോകുക, വയറുവേദന, ഛർദി, അതുപോലെ വല്ലാത്ത ക്ഷീണം, ഇതെല്ലാമാണ് ജനറലായിട്ടുള്ള രോഗലക്ഷണങ്ങൾ. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ മറ്റ് പല അസുഖങ്ങൾക്കും ഉണ്ടാകാമെന്നിരിക്കെ അത് തിരിച്ചറിയുക എന്നുള്ളത് ഒരു ഡോക്ടർക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. അതിന് ചില രീതികളുണ്ട്, അതിന് ചില ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രോഗങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ലിവർ പ്രോബ്ലം ഉണ്ട് എന്ന് ആരും കരുതേണ്ടതില്ല. കരളിനുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒന്ന് പാരമ്പര്യത്തിൻ്റെ ഘടകം തന്നെയാണ്. പിന്നെ അമിതമായ വണ്ണം, പിന്നെ ഡയബറ്റീസ് ടൈപ്പ് 2 ഉള്ള ആളുകളിൽ കരൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ PCOD, സ്ലീപ്പ് ആപ്നി എന്ന് പറയുന്ന രോഗങ്ങളുള്ളവർക്ക്, തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ലിവർ പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടേക്കാവുന്നതാണ്. പക്ഷെ നമുക്കിന്ന് ഫാറ്റി ലിവർ എന്ന ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ ലിവറിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്ന് മാത്രമാണ്. ഈ ഒരു ഫാറ്റി ലിവർ വലിയ റേഞ്ചിലുള്ള ഒരു പ്രശ്നമാണ്. അത് പല ഗ്രേഡിൽ വരാം. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 30-40% ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ടാകും. അപ്പോൾ എന്താണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മദ്യം കഴിക്കുന്നതുകൊണ്ട് ആൽക്കഹോൾ കൺസംപ്ഷൻ ആണോ ഈ ലിവർ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ് ആണ് ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസസിനേക്കാൾ കൂടുതൽ. അതായത് മദ്യം കഴിക്കാത്തവരിൽ വരുന്ന ലിവർ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. മദ്യം ഡെഫിനറ്റായിട്ടും അമിതമായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ അസുഖങ്ങളെ കൂട്ടുമെന്നുള്ളത് 100% ഉറപ്പുമാണ്. ഈ ഫാറ്റി ലിവറിനെ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയം. പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്, നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള കൊഴുപ്പ് ഉപയോഗിക്കൽ കുറയ്ക്കുക, തീരെ കൊഴുപ്പ് ഉപയോഗിക്കാതിരിക്കരുത്. അതുപോലെ അമിത മദ്യപാനമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ അമിതമായ മരുന്നുകൾ കഴിക്കുന്നുള്ള വേദന സംഹാരികൾ, പാരസെറ്റമോൾ പോലുള്ള അമിതമായ മരുന്നുകൾ ആവശ്യമില്ലാതെ സ്വയം ചികിത്സയുടെ ഭാഗമായി കഴിക്കുന്ന രീതികൾ ഒഴിവാക്കുക. അതുപോലെ ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന അമിതവണ്ണം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ PCOD പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. അങ്ങനെയുള്ള രോഗാവസ്ഥകളെ കൃത്യമായി ചികിത്സിക്കുന്നത് വഴി ലിവറിൻ്റെ ആരോഗ്യം നമുക്ക് ഒരു പരിധിവരെ ഉറപ്പാക്കാം. പിന്നെ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നത് ലിവർ പ്രോബ്ലംസിനെ വളരെയധികം കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ലിവർ ഡിസീസസ് ഉണ്ടാകുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന ബ്ലഡ് ടെസ്റ്റാണ് ആദ്യമായിട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എൻസൈംസിൻ്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലിവർ പ്രശ്നങ്ങൾ എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കുറേ കാര്യങ്ങൾ വ്യക്തമാകും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ CT സ്കാൻ അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ പോലുള്ള കൂടുതൽ സമഗ്രമായ റേഡിയോളജിക്കൽ മെത്തേഡ്സിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഈ ലിവർ പ്രശ്നങ്ങളിൽ ഹോമിയോപ്പതിയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വലുതാണ്. കാരണം ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മൾ ആളുകൾ ചോദിക്കുമ്പോൾ ഫാറ്റി ലിവർ പ്രോബ്ലം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെറുതായിട്ട് സിറോസിസിൻ്റെ ചേഞ്ചസ് കണ്ടു തുടങ്ങി, അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? പലപ്പോഴും ഇതിനെ ഒരു സർജിക്കൽ ഡിസീസ് ആയിട്ടാണ് കാണുന്നതെങ്കിലും ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ചിട്ട് ഒരു നല്ല പരിധിവരെ ലിവർ പ്രോബ്ലംസും ഈവൻ സിറോട്ടിക് ചേഞ്ചസിലേക്ക് പോയാൽ പോലും ഒരു നല്ല പരിധിവരെ നമുക്ക് റിവേഴ്സ് ചെയ്ത് നോർമൽ ഹെൽത്തിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ലിവർ പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടുവരുന്ന ലിവർ ഡിസീസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, അത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ മദ്യം കഴിച്ചിട്ടുള്ള ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് ആണ് രണ്ടാമതായിട്ട് പ്രധാനമായിട്ട് കാണുന്ന രോഗങ്ങൾ. അതുപോലെ എന്തെങ്കിലും ടോക്സിക് കെമിക്കൽസുമായിട്ടുള്ള സമ്പർക്കം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസും അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് വരുന്ന ടോക്സിക് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസും വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കഹോളിക് കഴിക്കാതെ നോൺ ആൽക്കഹോളിക് ലിവർ പ്രോബ്ലംസും വളരെയധികം ഉണ്ട്. പിന്നെ ഇക്കാലത്ത് ലിവർ സിറോസിസും ലിവർ ക്യാൻസേഴ്സും വളരെയധികം കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇതിന് വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ സർജിക്കൽ ട്രാൻസ്പ്ലാന്റ് പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഏർലി സ്റ്റേജസിൽ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കൊണ്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ് കൊടുക്കാൻ സാധിക്കും. രോഗികൾ പ്രധാനമായിട്ടും ലിവർ ഡിസീസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ജോണ്ടിസ് അല്ലെങ്കിൽ തൊലിപ്പുറത്തെ മഞ്ഞപ്പ് വരിക, പിന്നെ വയറിനകത്ത് വേദനയോ തടിപ്പോ, പ്രത്യേകിച്ച് വലതുവശത്തെ വയറിൽ മുകൾ ഭാഗത്തായിട്ട്, അതുപോലെ കാലിൽ പാദത്തിൻ്റെ അടുത്ത് നീര് വരിക, അതുപോലെ സ്കിന്നിൽ ചൊറിച്ചിൽ, അത് ശരീരത്തിലെ മഞ്ഞപ്പിൻ്റെ ഇത് കൂടുന്ന സമയത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുക, പ്രത്യേകിച്ച് ഒരു റാഷസോ ഇറപ്ഷൻസോ ഇല്ലാതെ തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടുക. അതുപോലെ മലം വിസർജന സമയത്ത് മലത്തിൻ്റെ കളർ വൈറ്റിഷ് കളറിലേക്ക്, ഒരു പെയിൽ കളറിലേക്ക് മലം വിസർജനം നടക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതുപോലെ ഓക്കാനം, ഛർദി മുതലായ രോഗലക്ഷണങ്ങൾ കാണാം. അതുപോലെ രോഗികൾക്ക് വളരെയധികം ടയേർഡ്നെസ്, എത്ര ഭക്ഷണം കഴിച്ചാലും എന്തൊക്കെ ചെയ്താലും വല്ലാത്ത ക്ഷീണം. അതുപോലെ ശരീരത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് മുറിവുകളുണ്ടായി ഉണങ്ങാതിരിക്കുക, പെട്ടെന്ന് മുറിവുകൾ ഉണ്ടാവുക, സ്കിൻ പെട്ടെന്ന് പൊട്ടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക. ഇതൊക്കെയാണ് ഈ ലിവർ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം ജനിപ്പിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പിന്നെ മദ്യം അമിതമായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഇപ്പോൾ എൻസൈം വാല്യൂസിൽ ചേഞ്ചസ് ഉള്ളവർ, ഏതെങ്കിലും രോഗലക്ഷണം ഉള്ളവർ, മദ്യപാനം അവർക്ക് വളരെയധികം ദൂഷ്യം ചെയ്യും. മദ്യം ഒരു ചെറിയ അളവിൽ പോലും ലിവർ ഡിസീസ് ഉള്ള ആളുകൾക്ക് അപകടങ്ങളുണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ. ഹോമിയോപ്പതിയിൽ ഏകദേശം 50-60 തരം മരുന്നുകൾ ലിവർ ഡിസീസിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോമിയോപ്പതി ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ രോഗിയുടെ സമഗ്രമായ രോഗലക്ഷണങ്ങൾ, എല്ലാ അവസ്ഥകളും, അവരുടെ ശാരീരികമായ മാനസികമായ എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനാണ് പൊതുവെ ഹോമിയോപ്പതിയിൽ നൽകുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് വെച്ചാൽ അവരുടെ റൂട്ട് ലെവലിൽ തന്നെ ആ അസുഖത്തെ വേരോടെ ശരീരത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇതര വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഹോമിയോപ്പതിയുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഒരു ക്യൂർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത് തിരിച്ച് ഈ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ കുറവായിരിക്കും. അതുപോലെ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ മറ്റ് രോഗങ്ങൾക്ക് വേണ്ടി, പ്രഷറിന് വേണ്ടി, ഷുഗറിന് വേണ്ടി, കൊളസ്ട്രോളിന് വേണ്ടി ഇവരുടെ മരുന്നുകൾക്ക് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തൈറോയിഡിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഹോമിയോപ്പത്തിക് മെഡിസിൻ എടുക്കാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും എടുക്കാം. ഇപ്പം ഏത് മരുന്നുകൾ കഴിക്കുന്നവരായാലും അവർക്ക് ആ മരുന്നുകൾ നിർത്താതെ തന്നെ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഏത് ലൈഫ് സ്റ്റൈലിലുള്ളവർക്ക്, ഏത് പ്രായത്തിലുള്ളവർക്ക്, ജനിച്ചു വീണ പിഞ്ചു കുഞ്ഞു മുതൽ വളരെ അധികം ഏജുള്ള 90 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പോലും, ഏതവസ്ഥയിലുള്ള ആളുകൾക്ക് പോലും ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഈക്വലി എഫക്റ്റീവ് ആണെന്ന് ഇപ്പോൾ നമുക്ക് നമ്മുടെ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കത് വളരെ കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കരൾ രോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്. ഡെങ്കിപ്പനി പകരുന്നതെങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ. പ്രകാശധാര